നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതർ പാർട്ടീസിലുള്ള കുറച്ച് നേതാക്കന്മാരെയൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. രണ്ടാമത് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ BJPയുടെ ഇപ്പോൾ നമ്മൾ മുന്നിൽ കണ്ട കുറച്ച് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വേറെ ആരുമില്ല, VV രാജേഷാണ്. ഷാന, നിനക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, അത് ഇടതുപക്ഷമാണല്ലോ. അതർ പാർട്ടീസിലുള്ള അതായത് പേഴ്സണലി നിനക്ക് ഇഷ്ടമുള്ള കുറച്ച് ലീഡേഴ്സ് ഉണ്ടാവും, വ്യക്തികളെ, ആരാണെന്നെങ്കിൽ? കോൺഗ്രസിൽ എനിക്കിഷ്ടം രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ്? ഒരു ജെന്യൂനായ ഒരാളാണ്, ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളി എന്തോ കുറെ കാര്യങ്ങളിൽ പുള്ളി ഡൗൺ ആയി പോകുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ BJP സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാന്നല്ല, പുള്ളി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയി വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യും. പക്ഷെ അത് തീർച്ചയായിട്ടും ചെയ്യും. കാര്യം ടെക്നോളജീസ് വലുതായ സ്ഥലമല്ലേ, ടെക്നോളജി ലോകത്ത് തന്നെ ടെക്നോളജികൾ ഒരുപാട് ഉള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ മൈൻഡിലുള്ള പല ടെക്നോളജികളും ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വികസനം കൊണ്ടുവരാൻ പുള്ളി കഴിയും. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ വേറെ രീതിയിലോട്ട് കൊണ്ടുപോകാൻ കഴിയും വികസനത്തിന്റെ കാര്യം. രണ്ട് ഞാൻ ചോദിക്കുന്നത് BJPയിലാണെങ്കിലോ ഒരു നേതാവിനെ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ മേയർ നല്ലൊരാളാണ്. പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് നാളുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. പുള്ളി നല്ലൊരാളാണ്. അത് എനിക്ക് തോന്നുന്നത് പുള്ളി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, രാഷ്ട്രീയം വിട്ട് വികസനത്തിലേക്ക് പുള്ളി പോയി കഴിഞ്ഞാൽ, ജനങ്ങളുടെ വികസനവും ജനങ്ങളുടെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ലൊരു നേതാവാണ്. അതെ. രണ്ടാമത്തെ ഒരു വ്യക്തിയാണെങ്കിലോ? രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് പറയുന്നത് നമ്മുടെ രമേശ് എന്ന് പറഞ്ഞ പഴയ ഒരു പാർട്ടിയിലെ BJP അല്ലേ? രമേശ് പുള്ളി നല്ലൊരാളാണ്. പുള്ളി ന്യൂസിലേക്ക് അറിയുന്ന വലിയ ഇതുവായിട്ടൊന്നും പറയാം. പ്രത്യേകിച്ച് ഇവർ പറയേണ്ടത് വർഗീയത ഇവരെ വായിന്ന് വീണിട്ടില്ല. അതെ, പുള്ളിക്കും വികസനം, പുള്ളിക്കൊരു രാഷ്ട്രീയമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണ്. പുള്ളിക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. പുള്ളി ചുമ്മാ ന്യൂസിൽ കയറി വന്നതെന്ന് കുറെ എന്തൊക്കെയോ പറയുന്നു. അത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം പുള്ളിക്ക് അറിയാം. അപ്പൊ എനിക്ക് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ പല ബിസിനസിന്റെ കാര്യങ്ങൾ മുൻകൂറായിട്ട് അദ്ദേഹത്തിന് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കൂട്ടുകൂടിയതായിരിക്കണം, അല്ലെങ്കിൽ വന്നതായിരിക്കണം. അതങ്ങനെയാവും. പിന്നെ BJPയുടെ തലപ്പത്താണ് പുള്ളി ഇരിക്കുന്നത്. അതേ ഒരു പൊളിറ്റീഷ്യൻ അല്ല ശരിക്കും. ഇപ്പൊ പത്രസമ്മേളനത്തിൽ നമ്മുടെ നമ്മളെ ബഡ്ജറ്റിനെ കുറിച്ച് പുള്ളി കേരളത്തിൽ അഭിപ്രായം ചോദിച്ച പുള്ളി പറയുകയാണ്, BJP സർക്കാർ, ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് വികസനം ഉണ്ടാവും. കേരളം വികസനത്തിന്റെ സംസ്ഥാനം അല്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സുരേഷ് ഗോപി അദ്ദേഹം ഒരു ആക്ടറാണ് അല്ലേ? പുള്ളി ഒരു നല്ലൊരു നടനാണ്. വ്യക്തിപരമായ അഭിപ്രായം, നല്ലൊരു സിനിമാ നടനാണ്. ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു നടനാണ്. പുള്ളിയെ പിടിച്ച് രാഷ്ട്രീയത്തിൽ ആക്കിയതിൽ എനിക്ക് വിയോജിപ്പാണുള്ളത്. അത് പുള്ളി അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലുള്ളൊരു നല്ലൊരു നടനാണ്. പക്ഷെ എന്തോ പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പുള്ളിയുടെ ഇതൊക്കെ പോയി. അപ്പോൾ പിന്നെ ഒറ്റ കാര്യം ലാസ്റ്റ്, അടുത്ത പ്രാവശ്യം 2026 നിയമസഭാ ഇലക്ഷൻ 26 ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും. ഇടതുപക്ഷം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും ആ ഭരണം തന്നെ വരും. കാര്യം ജനങ്ങൾ ഓൾറെഡി അവർ വിശ്വസിച്ച് കഴിഞ്ഞതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ വരുമെന്നാണ്.